ഞാൻ കരുതി ഈ ഒരു ഇതേപോലത്തെ ഒരു റിസിൻ ഡയറി എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഇത് A6 A5 ആണ്. ഡയറിയുടെ മോൾഡും അതുപോലെ ഡയറിയുടെ പേജസും ഉണ്ട്. ഈ പേജസും കാര്യങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത് തുളസി റിസിൻ സ്റ്റോർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നായിരുന്നു. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു മോൾഡൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ മോൾഡൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഇതേപോലത്തെ ബീസിൽ ടേപ്പാണ് ഞാൻ എടുക്കുന്നത്. ഇത് UV റിസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബീസിൽ ടേപ്പാണ്. എൻ്റെ ഒരു 7-8 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നുകൂടി തോന്നിയത് ഈ നമ്മൾ നോർമലി യൂസ് ചെയ്യില്ലേ സെല്ലോ ടേപ്പ്, അപ്പോൾ അതിനെക്കാട്ട് ഒന്നുകൂടി ഈ ഡസ്റ്റൊക്കെ പോകാൻ നല്ലത് ഇത് തന്നെ. എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒട്ടുന്നുണ്ട്, നല്ലതായിട്ട് ഒട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്. അപ്പം നല്ലതായിട്ട് അത്യാവശ്യം ഒട്ടുന്നുണ്ട് കേട്ടോ. ഒട്ടാതെ ഒന്നും ഇരിക്കുന്നില്ല, നല്ലതായിട്ട് ഒട്ടി കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും ആയില്ല. അപ്പം എല്ലാവരും ഒന്ന് സഹകരിക്കുക. അപ്പം വീഡിയോ ക്ലിയർ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകൾ ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. അപ്പം അത് കുറച്ച് ഡസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഡസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ കുറച്ചേ ഉള്ളൂ, പൊടി പോലെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ബാക്കി കുറേയൊക്കെ ഞാൻ വേറെ ഇത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡസ്റ്റൊക്കെ ഉള്ളൂ. അങ്ങനെ ഡസ്റ്റൊന്നുമില്ല, കുഴപ്പമില്ല, അതാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിനെ ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് നമുക്ക് റിസിൻ ഇനി എടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം അത് മാറ്റിപ്പോയി. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ആവശ്യമുള്ളൊരു ഐറ്റമാണ്. നമുക്കിനി വേണ്ടത് ഒരു പേപ്പർ കപ്പ് എടുക്കുക. അപ്പം ആവശ്യത്തിന് പേപ്പർ കപ്പൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെ ഞാനിത് മെഷർ ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അപ്പം ആദ്യം തന്നെ കപ്പ് എടുത്ത് വയ്ക്കുക. കപ്പ് എടുത്ത് വെക്കുന്നതിനനുസരിച്ച് ഇതൊന്നും വന്നില്ലെങ്കിലും നമുക്കൊന്ന് ടയർ കൊടുക്കാം. അപ്പം അതിന് ശേഷം നമുക്ക് 114 റിസിനും അതേപോലെ ഹാർഡ്നറും അങ്ങനെയാണ് വേണ്ടത്. 114 റിസിനാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നല്ല ക്വാണ്ടിറ്റി എടുക്കണം. അപ്പം എടുക്കണം. എടുത്തു. അത് കഴിഞ്ഞ് 50 കുറച്ച് ദിവസം നമുക്ക് വേണം. എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്രയൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമല്ല. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് അപ്പം ഇതിൻ്റെ ഇത്രയും കപ്പാസിറ്റി ഉള്ളൂ. അപ്പം ഞാനിപ്പോൾ കരുതി എന്തായിരുന്നാലും നല്ല ഒരു പണിയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പം ഞാൻ ബൗളെടുത്തു കേട്ടോ. അപ്പം ഇതൊരു ഈ റിസിൻ മിക്സ് ചെയ്യുന്നതിനൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ നല്ല പണിയായിരുന്നു. അപ്പം ടയർ കൊടുക്കാം. 150 എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത്ര ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതിന് ശേഷം പിന്നെ ഇതേപോലത്തെ ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ കറക്റ്റ് 171 ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
കാരണം ഞാൻ പെട്ടു വന്നു കരുതിയത്. അതിനുശേഷം പിന്നെ ടയർ ഓപ്ഷൻ കൊടുത്തിട്ട് ഓൺ ഓഫ് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നല്ല പണി കിട്ടിയെന്ന് പ്രതീക്ഷിച്ചായിരുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മളിങ്ങനെയൊക്കെയല്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് പരിപാടി പിന്നെയും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി മിക്സ് ചെയ്യാം. മിക്സിങ് പ്രോസസ്സ് അതൊരു വല്ലാത്ത പ്രോസസ്സാണല്ലോ. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലതായിട്ട് അങ്ങോട്ട് മിക്സിങ് പരിപാടി അങ്ങോട്ട് ചെയ്യുക. ഇത് മിക്സ് ചെയ്യുന്ന രീതി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഇപ്പം എൻ്റെ ഫോൺ ഫ്ലിപ്പാണ് കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇത്തിരി സ്പീഡിലാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഹീറ്റ് ടൂളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ സ്പീഡിൽ മിക്സ് ചെയ്താൽ മതി. ബബിൾസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ കയ്യിൽ ബ്ലോട്ടൗട്ടും ഹീറ്റ് ടൂളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പം ഹീറ്റ് ടൂൾ കാണിച്ചു തരാത്തത്, ഇനി നമുക്കൊരു പ്ലഗിങ്ങിനൊരു സെക്ഷൻ കൂടി വേണം. എൻ്റെ പ്ലഗ് അങ്ങ് മുകളിലാണ് കേട്ടോ. കണ്ടോ, AC പ്ലഗാണ്. പിന്നെയുള്ള പ്ലഗൊക്കെ അങ്ങോട്ടാണ് കണ്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സൂം ചെയ്ത് ഇങ്ങോട്ടുള്ളൊരു പ്ലഗും നല്ല ദൂരം പോകുന്നുണ്ട്. പിന്നെ പിന്നെ അങ്ങോട്ടാണ് പ്ലഗ്. ഇപ്പം ഇവിടെ അടുത്തൊന്നും പ്ലഗൊന്നുമില്ല. അപ്പം നമുക്ക് സൂമൊക്കെ മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കിപ്പോൾ അടുത്തൊരു ഫോട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് ഇതുകൊണ്ട് പ്ലഗൊന്നുമില്ല. അപ്പോൾ ഹീറ്റ് ടൂളൊക്കെ എടുക്കണമെങ്കിൽ പാടാണ്. അങ്ങോട്ടൊക്കെ ഉള്ള പ്ലഗ് ഇനി അങ്ങോട്ട് സ്റ്റെയറിൻ്റെ അവിടെ നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കിവിടെ വീഡിയോ വെക്കാണ്ട ഒരു ഇത് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അടുത്ത് ചാരി നിർത്തിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കൊരു സ്റ്റാൻഡൊക്കെ വാങ്ങണം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു തുടക്കമാണിത്. ഞാൻ ഇതിന് മുന്നേ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. ഇതിന് മുന്നേ എനിക്കൊരു ചാനലും ഇല്ല. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം അതിനുശേഷം അപ്പം ഇതേപോലത്തെ ഒരു ഇതിലാണ് ഞാൻ സ്റ്റാൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം അതിനുശേഷം ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ നമുക്ക് മിക്സ് ചെയ്യുന്നത് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം എനിക്ക് പ്ലാസ്റ്റിക്കിലൊക്കെ മിക്സ് ചെയ്യുന്നതാണ് ഒന്നുകൂടി ഇഷ്ടം. കാരണം അതാകുമ്പം കുഴപ്പമില്ല. പേപ്പർ കപ്പിനെക്കാട്ടി ഒന്നുകൂടി നല്ല എളുപ്പത്തൊന്ന് മിക്സ് ചെയ്യാനും ഒക്കെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനത്തെ ഓരോ ഐറ്റംസ്. ആൻഡ് റെസിൻ ഇതിലൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്തല്ലോ അത് മാറ്റി വയ്ക്കുക. അപ്പം നമുക്കിനി സ്റ്റാൻഡിങ് പരിപാടിയാണ്. അപ്പം അത് സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഡബിൾ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ 2 കളറായിട്ടോ ഒറ്റ കളറായിട്ടോ ചെയ്യേണ്ടെന്നൊരു ഡൗട്ടിലാണ് ഞാൻ. അപ്പം ഞാനതുകൊണ്ട് തന്നെ കരുതി എന്നാൽ 2 കളറായിട്ടൊരു സെക്ഷൻ എടുക്കാമെന്ന് കരുതി. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ എപ്പിടി ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കി അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ കരുതി കുറച്ച് റെസിൻ മാറ്റി വയ്ക്കുക. കാരണം എല്ലാ റെസിനും കൂടി നമുക്ക് എടുക്കണ്ടല്ലോ, ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പം ജസ്റ്റ് അതിന് ശേഷം നമ്മൾ കാസ്റ്റിംഗ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ഓരോരോ പരിപാടികളാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കാസ്റ്റിംഗ് വർക്കിനൊന്നും പിന്നെ നിങ്ങളോട് ഞാൻ കാസ്റ്റിംഗ് വർക്ക് ചെയ്യുമ്പോഴോ, അതായത് കോട്ടിങ്ങോ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ ഒരു കോട്ടൻ്റെ എന്തെങ്കിലും ഒരു തുണി എടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പണി നല്ലോണം കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് പല ബ്ലോട്ട് ഔട്ട് യൂസ് ചെയ്ത് നല്ലോണം ജസ്റ്റ് ഒന്ന് റിസൻ്റായിട്ട് ഇതേക്ക് ഒരു ഉള്ളിൽ നമ്മളെ റിസിലിൽ ബബിൾസ് ഒന്നും കാണരുത്. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ്, പ്രത്യേകിച്ച് ഡയറിയൊക്കെ ചെയ്യുമ്പോൾ. അതിന് ശേഷം ഇനിയാണ് നമ്മുടെ പരിപാടി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതൊരു ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് കളേഴ്സൊക്കെ കാണാം. അപ്പം കളർ
കളറാണ്. അപ്പം നമുക്ക് എങ്ങനെയുള്ള കുറച്ച് കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് വീഡിയോ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പം ഇനിയാണ് എൻ്റെ കളേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരുന്നത്. എൻ്റെ ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്, ഒരു രക്ഷയില്ല, എല്ലാ കളേഴ്സും ഉണ്ട്. നിങ്ങൾ പറയുന്നത് കണക്ക് എല്ലാ കളേഴ്സും അവൈലബിളാണ്. സോ എൻ്റെ കയ്യിൽ പുതിയ കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇപ്പം വന്നതാണ്. ഇപ്പം ഇടയ്ക്ക് ഭയങ്കര കാര്യത്തിൽ ഞാൻ വാങ്ങി കരുതി നിന്നെയാണ് ഈ ഒരു കളറും പിന്നെ ഗോൾഡ് ഫ്ലേക്സും കൂടി യൂസ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇടയ്ക്ക് അപ്പം കളറൊക്കെ നമ്മുടെ ഇഷ്ടമെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു വല്ലാത്തൊരു പണി. അപ്പം ഞാൻ കരുതി എന്തായിരുന്നാലും ഇപ്പം നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഇഷ്ടത്തിന്, എനിക്കെല്ലാം കൊണ്ടും ഒരു ഗതികേട് പോലെയൊക്കെ തോന്നി. അപ്പം ഞാൻ കരുതി എന്തായിരുന്നു കസ്റ്റമർ കളർ പറഞ്ഞാൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു, നമുക്ക് സഹിക്കാം. അപ്പം ഇനിയുള്ളത് ഞാൻ ഗോൾഡ് ഫ്ലേക്കും പിന്നെ അതുപോലെ ഈ ഒരു കളറും എടുത്തിട്ടുണ്ട്. എനിക്ക് കളർ എങ്ങനെയാവും എന്നുള്ളൊരു ഡൗട്ടുണ്ട്. നമുക്ക് നല്ലൊരു കളറായിരിക്കണം, അത്ര എനിക്ക് പറയാനുള്ളൂ. അതിന് ശേഷം ഞാൻ നമുക്ക് ഈ ഒരു കളർ ഓപ്പൺ ചെയ്യാം. എപ്പിടി ഇരിക്കുന്നു. ഇനി ഞാൻ പിന്നെ കുറച്ച് പേപ്പർ കപ്പ് കൂടി എടുത്ത് വെച്ചു. നമുക്കത് എപ്പോഴാണ് ആവശ്യം വരാമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഗ്ലൗസ് ഈസ് മെയിൻ അല്ലെങ്കിൽ എസെൻഷ്യൽ എന്ന് നമുക്ക് പറയാം. ഞാൻ എന്നും മറക്കും ഗ്ലൗസ് ഇടാനായിട്ട്. ഞാൻ റെസ്പിറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, അതും ഇപ്പം മറന്നാണ് ഇരുന്നത് കേട്ടോ, എപ്പോഴാണ് എടുത്തിട്ടത്. അപ്പം ബേസിക്കലി ഇതൊക്കെ മറക്കേണ്ട കാര്യമൊന്നുമല്ല, നല്ലതായിട്ട് ശ്രദ്ധിച്ച് ഒരു കെയർ കൊടുത്ത് ചെയ്യേണ്ട ഐറ്റംസൊക്കെയാണ്. ഞാനിതിനൊന്നും വലിയ കെയറൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ എന്നെ വിളിക്കാൻ വേറെ വഴികളില്ലാത്ത തെറികൾ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ ഞാൻ ഈ റെസിൻ പഠിക്കുന്നതിന് മുന്നേയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ എപ്പോഴും എനിക്ക് ട്യൂട്ടറിൻ്റെ നിന്ന് വഴക്ക് കിട്ടാറുണ്ട്, എന്താ കുട്ടി ഗ്ലൗസ് ഇടാത്തേന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇപ്പോഴും അതൊക്കെ തന്നെയാണ് അവസ്ഥ, പക്ഷേ ഇടണം കേട്ടോ. അപ്പം ഗ്ലൗസ് ഭയങ്കരമായിട്ട് എസെൻഷ്യലാണ്. ഇപ്പം മറ്റുള്ള റെസിൻ ആർട്ടിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ അല്ല നമ്മൾ. അപ്പം മറ്റുള്ളവർ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അവർ ഒരു ഇതുപോലെ ആയിരിക്കില്ല, പലർക്കും പല രീതിക്കാണ് അലർജിറ്റിക് ആയിട്ടുള്ളത്. പക്ഷെ ഞാൻ റെസിൻ യൂസ് ചെയ്യുന്ന ടൈമിൽ മസ്റ്റായിട്ടും എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ ഇടാറുള്ളത്. കാരണം ഞാൻ ഈ ഇപ്പോക്കിൻ്റെയൊക്കെ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുകയല്ല, അവർ ഭയങ്കര അടപ്പാണ്, ഒരടപ്പ്. അപ്പം തുറക്കാൻ ഇച്ചിരി പാടാണ്. അപ്പം ഞാൻ ഈ ന്യൂട്രിക്കിൻ്റെ ഗ്ലൗസ് എടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര കട്ടിയെന്നൊന്നും ഞാൻ പറയില്ല, ഒരു നോർമൽ കട്ടി അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു കട്ടി ആയതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഗ്ലൗസ് ആകാൻ പറ്റില്ല. കാരണം അത്ര ഗതികെട്ടാണ് അവരുടെ, ഗതികെട്ടെന്നല്ല, അത്രയും ബലമാണ് അവരുടെ പാക്കിങ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ് പോണില്ല. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല ഗൈസ്, തീരില്ല. അപ്പം ആദ്യം തന്നെ പിഗ്മെൻറ്റ് മിക്സ് ചെയ്യണം. ഇത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കുഴപ്പമില്ലല്ലോ, അപ്പോൾ കാണാൻ. അപ്പോൾ പിഗ്മെൻറ്റ് മിക്സ് ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു കളർ ഞാൻ അങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ. അപ്പം നല്ല അന്തസ്സായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടൊക്കെ ആഡ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് പണി കിട്ടാൻ വളരെ വളരെ ചാൻസ് ഒന്ന് കൂടിപ്പോവും. ആൻഡ് അതിന് ശേഷം നമ്മൾ ഇതേപോലെ നന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു ഹിഡൻ ടാലൻറ്റ് അങ്ങനത്തെ വലിയ മിക്സ് ഒന്നുമല്ല, ഒരു കുഞ്ഞ് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മിക്സ് ആവണം, ഭയങ്കരമായിട്ടൊന്ന് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കൈ മിക്സ് ചെയ്താൽ മതി. പറയാൻ പറ്റില്ല, ബബിൾസ് ഒന്നും നമുക്ക് പിന്നെയും പെട്ടു ഗൈസ്. അതുകൊണ്ട് ബബിൾസൊക്കെ ഒന്ന് വരാതിരിക്കാൻ ഒരു പയ്യൊരു മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ എത്ര പയ്യെ മിക്സ് ചെയ്താലും ഒരു ബബിളെങ്കിലും വന്നിരിക്കും. എനിക്ക് ബബിളിനോട് ദേഷ്യമാണ് ഗൈസ്. കാരണം എപ്പോഴായിരുന്നാലും വന്നിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് വരും. പിന്നെ എയർ ബബിൾസ് കൊണ്ടുള്ള ഗുണം എന്താണെന്നൊന്നും ചോദിക്കരുത്, കാരണം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, നമുക്ക് പണി വരും, അത്രയേ ഉള്ളൂ. അപ്പം എയർ ബബിൾസ് വരാതിരിക്കാനാണ് എല്ലാ റെസിൻ ആർട്ടിസ്റ്റേഴ്സും നോക്കാറുള്ളത്. അങ്ങനെയാണ്. അപ്പം കാറ്റുങ്ങളൊക്കെ എന്നാലും അതുപോലെ എല്ലാ വർക്ക് ചെയ്യുമ്പോഴും ഇതേപോലെ പണി കിട്ടുന്നൊരു വർക്ക് വേറെ ഇല്ല. ആദ്യത്തെ ഈ ഒരു പിഗ്മെൻറ്റ് മിക്സിംഗ് ആണ് നമ്മൾ മാക്സിമം കുഴപ്പിക്കാറുള്ളത്. ഇപ്പം ഈ കണ്ടത് വരെ ഒക്കെ ഓക്കെ ആയിരുന്നു. ഇനിയാണ് പണി. കാരണം ഇനിയിപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും കളർ എന്നുള്ളത് നോക്കണം. അതാണ് നമ്മുടെയൊക്കെ ഒരു പരാക്രമം. കാരണം ഈ കളർ എങ്ങനെയായിരിക്കും എന്നൊരു ഡൗട്ട്, ഒന്നൊന്നര ഡൗട്ടാണ്.
അപ്പം അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കൊന്ന് നോക്കും. അപ്പം അല്ലെങ്കിൽ നമുക്കൊരു കട്ടിയൊക്കെ വേണം. എനിക്ക് പലപ്പോഴുള്ള കളേഴ്സ് കട്ടി കുറവാണ് കേട്ടോ. അപ്പം ഞാനതൊന്ന് വാരിപ്പറക്കി വീത്തും. അങ്ങനെ വീത്തി കൊടുത്ത് പറഞ്ഞാൽ 6% അങ്ങനെ റെസിനുമായിട്ട് പിഗ്മെൻറ്റ്സ് മിക്സ് ആവും. അത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യൂറിങ്ങിൽ പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് എനിക്കിങ്ങനെ ഇതേപോലെ പണി കിട്ടിയിട്ടുള്ള ഇഷ്ടം പോലെ വർക്ക്സ് ഉണ്ട്. അതുകൊണ്ട് നല്ലൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിപ്പം മതി കേട്ടോ, നീ കൂടുതൽ മിക്സ് ചെയ്യേണ്ട, പണി കിട്ടും. അപ്പം ഇപ്പം 6% ആയി കാണണം. അപ്പം 6% ആയി കാണില്ല, അതെനിക്കറിയാം. കുറച്ച് മതി, കുറച്ചൊക്കെ മിക്സ് ചെയ്ത്. ഇനി വേണ്ടത് കുറച്ച് റിസിൻ എക്സ്ട്രാ മാറ്റി വയ്ക്കുക. ദെൻ ആ ഒരു റിസിനായിട്ട് നമുക്ക് കുറച്ച് ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക, അതായത് ഗോൾഡൻ ഫ്ലേക്സ്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ ഗോൾഡൻ ഫ്ലേക്സ് മസ്റ്റാണ്, വേറെ കളറൊക്കെ നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ഗോൾഡൻ ഫ്ലേക്സ് നമ്മളോട് കസ്റ്റമർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഗോൾഡൻ ഫ്ലേക്സ് എടുക്കുന്നതിനൊരു വിഷമം പിടിച്ചൊരു കാര്യമാണ് നമുക്ക് പറയാൻ പോകുന്നത്. കാരണം എനിക്ക് ദേഷ്യം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കാരണം വരില്ല കേട്ടോ, ഈ ഗോൾഡൻ ഫ്ലേക്സിന് എന്തിൻ്റെ കേടാന്ന് പറഞ്ഞാൽ വരില്ല. അത് ഞാൻ കുറേ ഇട്ട് കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം തരിയായിട്ട് വന്നത്. ഇപ്പോൾ തരിയാകുമ്പോൾ ഭയങ്കര അരിമ്പായിട്ട് പോകും, നമ്മുടെ വർക്കിൽ ബാധിക്കും കേട്ടോ. അപ്പം തരിയാകുമ്പോൾ കണ്ടോ ഇതുപോലെ തരിയായി വന്ന് വീണ് പോയി. അപ്പോൾ ഗോൾഡൻ ഫ്ലേക്സ് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പണികൾക്ക് ഗോൾഡൻ ഫ്ലേക്സ് ഭയങ്കര വിരുദ്ധമാരാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ നോക്കിയില്ല കേട്ടോ. അപ്പം നമുക്കൊരു കുറച്ചധികം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ക്യൂറിങ് ആവണം. അത് നമ്മുടെ ഒരു ഇഷ്ടം പോലെ അല്ല. അപ്പം ഇതേപോലെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം എൻ്റെ ഗോൾഡൻ ഫ്ലേക്സ് അടിയിലോട്ട് അങ്ങോട്ട് വേവിക്കുകയാണ്. മുകളിലുള്ളതെല്ലാം ഞാൻ തന്നെയായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ മുകളിൽ കുറച്ച് വാട്ടിനെ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അതിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ കളർ എങ്ങനെയുണ്ടെന്ന് പറയണ്ട, അങ്ങനെയാണ് ക്യാമറയിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ നമുക്ക് പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ വീത്തിയിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, കർത്താവേ കാണാൻ പറ്റിയാൽ നമുക്ക് ഭാഗ്യമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇങ്ങനത്തെ വർക്ക്സൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരി പേടിയും ഒരു ഇതൊക്കെ ഉണ്ടാവണം. പിന്നെ അടുത്ത് ഞാൻ കുറച്ച് ഊതപ്പൻസ് അപ്പോൾ ഇങ്ങനെയായി. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് റെസിനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടി പിങ്ക് പിഗ്മെൻറ്റ് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, എനിക്ക് കുറച്ച് പിഗ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുമല്ലോ പിഗ്മെൻറ്റ് ബേസിക്കലി ഇങ്ങനത്തെ ഒരു പിഗ്മെൻറ്റൊക്കെ എടുക്കുമ്പോൾ ഒത്തിരി ശ്രദ്ധ കെയർ കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നല്ല അതിൻ്റെ ഒരു പണി കിട്ടും. അത് എന്താണെന്നുള്ളത് വഴി പറഞ്ഞു തരാം. നമ്മുടെ ഡിസൈൻ ഏകദേശം ഒന്ന് സെറ്റായി വന്നു. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഡിസൈനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനെക്കാട്ടി കുറച്ചുകൂടി എത്ര ഇതായിട്ടൊന്നും അല്ല ഉദ്ദേശിച്ചത്, നല്ലതായിട്ട് ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ. ഓക്കെ, ആൻഡ് റിസനല്ലേ, നമുക്ക് എപ്പോൾ ഡിസൈൻ ആയാലും അങ്ങോട്ട് പെട്ടു പോകുന്ന ഒരു ഡിസൈനാണല്ലോ, കാര്യമൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ വണ്ണം നിൽക്കും, അതൊന്നും നമുക്ക് കാര്യമാക്കേണ്ട ആവശ്യം
വരില്ല, അത് വരണ്ട. അപ്പം അതുകൊണ്ട് പിന്നെ 2 റീയൂസബിൾ സ്റ്റിക്ക് മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാണെന്നാണ് വഴിയേ ഞാൻ പറഞ്ഞു കേട്ടോ. ഇനിയാണ് അത് കഴിഞ്ഞ് ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പിന്നെ വേസ്റ്റ് ബിന്നിടാം. ആൻഡ് അതിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു പിഗ്മെൻറ്റ്സൊക്കെ അടച്ചു വെക്കാം. ഈ പിഗ്മെൻറ്റ്സൊക്കെ അടച്ചു വെക്കാം കേട്ടോ. വേറൊന്നും കയറിപ്പോകാതെ നോക്കേണ്ടത് അവരവരുടെ ചുമതലയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഒരു വഴിക്ക് വെച്ച് അതിന് ശേഷം ഒന്നും കാര്യം നോക്കിയില്ല. പിന്നെ ബേസിക്കലി ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് ഇതാണ് ഡിസൈൻ വന്നിട്ട്. നല്ല അത്യാവശ്യം പിന്നെ നല്ലൊരു ഡിസൈനായി വന്നെന്ന് തോന്നുന്നു. പിന്നെ അവരവരുടെ ഡിസൈൻ പോലെ ഉണ്ടാവും. അത്യാവശ്യം നല്ലൊരു ഡിസൈനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പം ഇതിന് പിന്നെ ഞാനൊരു വേറൊരു വർക്ക് കാണിച്ചു തരാം. എനിക്കൊരു ഓർഡർ കിട്ടിയൊരു വർക്കാണ് ഇത്. ഒരു വെഡിങ് ആനിവേഴ്സറി ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരു വർക്ക്. അപ്പം നല്ലൊരു വർക്കാണ്. അപ്പം ഈ ഇതുപോലത്തെ വർക്ക്സ് നിങ്ങൾക്ക് എങ്ങനെ വേണോ കസ്റ്റമൈസ് ചെയ്യാം. അപ്പം 4 പേര് വീട്ടിൽ ഫാമിലി 4 പേരുണ്ട്. അപ്പം അമ്മയുടെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് മക്കൾ പറഞ്ഞൊരു ഓർഡറാണ്. അപ്പം അവർ 2 മക്കൾ പിന്നെ 2 അമ്മയും പപ്പയും അങ്ങനെയാണുള്ള ഒരു ഡിസൈനാണ്. ബട്ടർഫ്ലൈസ് ആണ്. അപ്പം എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനല്ലേ. അപ്പം ഇതെൻ്റെ ഒരു ഐഡിയ ഒക്കെ ചെയ്തതാണ്. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്ക്സൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടാറ്റാ.